മലനാടൻ പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്, ഒരു കിടുക്കാച്ചി ഉപ്പുമാവ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ഇതിന് വേണ്ടുന്ന ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം. ഫസ്റ്റ് വേണ്ടത് ഒരു 2 കപ്പ് റവയാണ്. പിന്നെ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ഗീ ആണ്. ഞാനിവിടെ എടുക്കുന്നത് മിൽമയുടെ ഗീ ആണ്. പിന്നെ ഒരു 3 സ്പൂണ് നട്ട്സ്, കിസ്മിസ്. ഇത് നമ്മുടെ ആവശ്യാനുസരണം എടുക്കാം കേട്ടോ. ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് കുറച്ച് നമ്മുടെ കയ്യിലുള്ളൂ, അതുകൊണ്ട് ഇത്രയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്താണ് ഇടുന്നത്. അതിനായി നമുക്ക് വേണ്ടത് 2 ചെറിയ സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്, 2 പച്ചമുളക്, ഇഞ്ചി ചെറിയൊരു കഷ്ണം, ചെറിയൊരു ക്യാരറ്റ്, 1 ബീൻസ് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, 2 തണ്ട് കരിവേപ്പില വേണം, ഇത്തിരി മല്ലിയില, ഒരു ചെറിയ കപ്പ് പാല്, പിന്നെ നമുക്ക് ഒരു 3 കപ്പ് വെള്ളം വേണം. ഇനി നമുക്ക് പാചകം ചെയ്യാനായിട്ട് തുടങ്ങാം. ഇനി സ്റ്റൗ ഓൺ ചെയ്യുക. ഒരു പാത്രം അടുപ്പിൽ വെക്കണം. ഒരു ചീനച്ചട്ടിയാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ 2 കപ്പ് റവ ഇട്ട് കൊടുക്കാം. ഇതിന് ചെറുതായിട്ട് നമുക്ക് വറുത്തെടുക്കണം. ചെറിയ തീയിൽ വറുത്തെടുത്താൽ മതി. ഒരുപാട് ഫ്രൈ ആയി പോകണ്ട. ഇന്ന് നമുക്ക് കിട്ടിയേക്കുന്ന ചെറുതായിട്ടൊന്ന് റോസ്റ്റഡ് ആയേക്കുന്നതാണ്, അത് കാരണം ചെറുതായിട്ടൊന്ന് ചൂടാക്കുന്നതേ ഉള്ളൂ. അതിനൊപ്പം തന്നെ നമുക്ക് സമയം വേസ്റ്റ് ആക്കാതെ നമുക്ക് വെള്ളം കൂടെ ഇത് തിളപ്പിക്കാനായിട്ട് വയ്ക്കാം. 3-3.5 കപ്പ് വെള്ളം ഞാൻ വെച്ചിട്ടുണ്ട്. അതിപ്പം തിളയ്ക്കാനായിട്ട് വെക്കാം. അപ്പം നമുക്ക് എളുപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാവും. അപ്പം നമ്മുടെ റവ മൂത്ത് വരുന്നുണ്ട്. നമുക്ക് റവ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്കൊരു പാന്, ഒരു കുഴിവുള്ളൊരു പാൻ അടുപ്പിൽ വയ്ക്കാം. ഇതിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒരു വലിയ സ്പൂണ് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നെയ്യിൽ തന്നെ ചെയ്യുവാണെങ്കിൽ ഏറ്റവും ടേസ്റ്റാണ്. ഞാനിതിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴല്ല, ഇതൊന്ന് നട്ട്സും മുന്തിരിയൊക്കെ ഒന്ന് വറുത്തെടുത്തതിന് ശേഷം. നെയ്യ് ചൂടായി വരുന്നുണ്ട്. നമുക്കിതിലേക്ക് നട്ട്സ് ഇട്ട് കൊടുക്കാം. വലിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുക്കരുത്, ചെറിയ ഫ്ലെയിമിൽ വെച്ച് ചെറുതായിട്ട് വറുത്തെടുക്കുക ചെയ്യണ്ടേ. അപ്പോഴേ അതിന് നട്ട്സിൻ്റെ ടേസ്റ്റൊക്കെ നല്ലതായിട്ടുണ്ടാവുള്ളൂ. ഇതിൽ പെട്ടെന്ന് അങ്ങ് മൂത്ത് പോകും. നട്ട്സൊക്കെ ഇത്തിരി കൂടെ കൂടുതലിടാം കേട്ടോ. നട്ട്സ് മൂക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ അടുപ്പിൽ വെച്ചിരിക്കുന്ന വെള്ളം തിളയ്ക്കാൻ തുടങ്ങി. ഇനി ഇതിലേക്ക് നമുക്ക് മുന്തിരിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇന്ന് നട്ട്സും മുന്തിരിയൊക്കെ കുറവാണ് കേട്ടോ, ഇല്ലെങ്കിൽ ഇത്തിരി കൂടെ ഒക്കെ ഇടുന്നതാണ്. ഏറ്റവും കൂടുതൽ നട്ട്സും മുന്തിരിയാണ് ഉപ്പുമാവിനകത്ത് ഞാൻ ഇടുന്നത് കാണുന്നത്. ഇതിൽ വെജിറ്റബിൾസും എല്ലാം ചേരുന്നത് കൊണ്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ ഏറ്റവും നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ വെജിറ്റബിൾ കഴിക്കാത്ത കുട്ടികൾക്ക് ഇങ്ങനെ ഇതുപോലെ ഉപ്പുമാവ് ഉണ്ടാക്കി കൊടുത്താൽ മതി.
സെപ്പറേറ്റ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ ഇപ്പം ആരും കുഞ്ഞുങ്ങളൊന്നും കഴിക്കത്തില്ലല്ലോ, എല്ലാവർക്കും ചിക്കനും മീനും ഒക്കെയാണല്ലോ ഇഷ്ടം. അപ്പോൾ നമുക്കിതൊരു മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അല്പം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് അല്പം കടുക് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ സ്പൂൺ കടുക് മതി. ഇതാ കടുക് പൊട്ടാൻ തുടങ്ങി. കടുക് പൊട്ടുമ്പോൾ നല്ല ശബ്ദമൊക്കെ ഇല്ലേ? ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. സവാള, പച്ചമുളക്, ഇഞ്ചി, ഇതിലേക്ക് നമുക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ആദ്യം പറഞ്ഞപ്പോൾ ഉപ്പ് പറയാനായിട്ട് മറന്നു കേട്ടോ. ഉപ്പ് അവരവരുടെ ആവശ്യാനുസരണമാണ്, ഉപ്പിനൊന്നും അളവില്ല. ഉപ്പ് നമുക്ക് ആദ്യം കുറച്ചിട്ടാൽ മതി. എന്നിട്ട് നമ്മൾ ലാസ്റ്റ് നോക്കുമ്പം ഇച്ചിരി കുറവാന്ന് തോന്നിയാൽ ഇട്ട് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ നമുക്ക് ആദ്യം ഉപ്പിട്ട് കൊടുത്താൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പം സവാളയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം വഴന്ന് വന്നിട്ടുണ്ട്. അധികം മൂത്തൊന്നും പോകണ്ട. അധികം മൂത്ത് പോയാൽ അതിൻ്റെ ടേസ്റ്റ് പോകും. ഒരു മീഡിയം സമയത്തിൽ നമുക്ക് വഴറ്റിയെടുക്കാൻ പറ്റില്ല. ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതൊന്ന് വഴറ്റാം. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും ബീൻസും ലാസ്റ്റ് ഇട്ട് കൊടുക്കാവുള്ളൂ. എന്ന് പറഞ്ഞാൽ അതിൻ്റെ കളറ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ചെറുതായിട്ടൊന്ന് വെന്താൽ മതി. അധികം ഡീപ്പായിട്ട് ഫ്രൈ ആകാൻ പാടില്ല. അപ്പം നമ്മുടെ ഉപ്പുമാവിന് കളറും വേറൊരു കളറായി മാറും. അപ്പോൾ ഇതും വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം എടുക്കാം. ഇപ്പോൾ വെള്ളം തിളച്ചുകൊണ്ടിരുന്ന ആ വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും കരിവേപ്പിലയുടെയും ഒക്കെ മണം വന്നു. നല്ല നെയ്യുടെ മണം വരുന്നുണ്ട്. ഇതിലിപ്പം കൂടുതൽ നെയ്യാണുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയ കപ്പ് പാലും കൂടെ ഉപയോഗിക്കാം. ഇവിടെ ഞാൻ മിൽമയുടെ പാലാണ് ഉപയോഗിക്കുന്നത്. ഫുൾ പാലിൽ നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കിയാൽ വളരെ ടേസ്റ്റിയാണ്. അപ്പം നമുക്കത്ര പാലെടുക്കാനായിട്ടില്ല. അതുകൊണ്ടാണ് ഒരു ചെറിയ കപ്പ് പാൽ ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ ഇതൊന്ന് തിളയ്ക്കാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം.
ഈ ഉപ്പുമാവ് ഉണ്ടാക്കാൻ പഠിപ്പിച്ചതേ എൻ്റെ അച്ചാച്ചൻ. അച്ചാച്ചൻ എന്ന് പറയുന്നത് ഹസ്ബൻഡാണ്. ഹസ്ബൻഡും അച്ഛൻ്റെ ചേട്ടനും കൂടിയാണ്. ചേട്ടന് ബാബുചാച്ചൻ എന്നാണ് പേര്. ഇവര് സൗദിയിലായിരുന്നു. അപ്പം കല്യാണം കഴിച്ച് വരുന്ന സമയത്ത് ഇവിടെ എനിക്ക് ഇതൊന്നും ഉണ്ടാക്കാൻ അറിയില്ലായിരുന്നു. അപ്പോൾ ഇവർ രണ്ടാളും കൂടാണ് എന്നെ ഇതൊക്കെ പഠിപ്പിച്ചത്. ഇവർ രണ്ടുപേരും നല്ല പാചകക്കാരാണ്. അപ്പം നമ്മുടെ വെള്ളവും പാലും ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം. തീ അപ്പം അല്പം ഒന്ന് കുറച്ച് വയ്ക്കുക. ഇനി ഒരുപോലെ തന്നെ എല്ലായിടത്തും ആ വെള്ളം ആകുന്ന പോലെ നമുക്ക് പതുക്കെ ഇളക്കി കൊടുക്കാം. അവിടെ വെള്ളം കറക്റ്റ് അളവിലാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. അപ്പം എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പം പിന്നെ നമുക്ക് ഒരു 5 മിനിറ്റ് നമുക്ക് ഇതൊന്ന് അടച്ചു വയ്ക്കണം. റവയ്ക്കും അല്ലെങ്കിൽ അല്പം വേവൊക്കെ ഉണ്ട്. അപ്പം ഇതെല്ലാം കൂടി നമുക്കൊന്ന് കൂട്ടി വയ്ക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാം. ഉപ്പ് ഇല്ലെങ്കിൽ നമ്മൾ ഈ സമയത്ത് ഇട്ട് കൊടുക്കണം. ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ നമുക്ക് എല്ലായിടത്തും കറക്റ്റായിട്ട് ഉപ്പാവില്ല. അപ്പം ഈ സമയത്ത് നമ്മൾ ഉപ്പൊന്ന് നോക്കാം. ഉപ്പെല്ലാം ആവശ്യത്തിന് കറക്റ്റിനുണ്ട്. പിന്നെ നമുക്ക് 5 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. ഇത് കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ കൊടുത്ത് വിടാനായിട്ട് നല്ലൊരു ടിഫിനാണ് കേട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ ഉച്ചയ്ക്കാണെങ്കിലും കുഞ്ഞുങ്ങൾക്ക് ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ നട്ട്സും മുന്തിരിയും വെജിറ്റബിൾസും എല്ലാം വരുന്നത് കൊണ്ട് നല്ലൊരു ഹെവി ഫുഡാണ്. അപ്പം ആവശ്യമുള്ള പ്രോട്ടീനും എല്ലാം നമുക്ക് ഇതിനകത്തുനിന്ന് കിട്ടും കേട്ടോ. അപ്പം ഇതെല്ലാവരും ട്രൈ ചെയ്യണം. 5 മിനിറ്റായി. നമുക്കിതൊന്ന് നോക്കാം. 5 മിനിറ്റ് വേണ്ട, ഇത് ജസ്റ്റ് നമുക്കൊന്ന് ഇളക്കി നോക്കാം. ഇത് ഒന്നേൽ തൊടാതെ മാറിക്കിടക്കണം. അതാണ് ഉപ്പുമാവ് കേട്ടോ. കുഴഞ്ഞു പോകാനൊന്നും പാടില്ല. അപ്പം നമ്മൾ വെള്ളം ഒഴിക്കുമ്പം കറക്റ്റിന് നോക്കി വേണം. അപ്പം നമ്മളൊരു 3-4 മിനിറ്റ് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ കണ്ടോ എല്ലാം ഒന്നൊന്നേൽ തൊടാതെ നമുക്ക് മാറി കിടക്കുന്നുണ്ടോ, കുഴയാതെ. അപ്പം ഇങ്ങനെ ഒരു സ്ട്രെച്ചറിൽ വേണം നമുക്ക് ഉപ്പുമാവ് കിട്ടാനായിട്ട്. അപ്പം നമ്മുടെ ഉപ്പുമാവിൻ്റെ പണിയെല്ലാം തീർന്നു. ഇനി നമുക്കിതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന നട്ട്സും മുന്തിരിയും ആഡ് ചെയ്യാം. ഇതിൽ ഇച്ചിരി നെയ്യുടെ മയമൊക്കെ ഉണ്ട്, നമുക്കത് കളയാതെ എടുക്കാം. എനിക്ക് നെയ്യൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ പണിയൊക്കെ കാണിക്കുന്നത്. ഇനി അതിലേക്ക് നമുക്ക് ഒരല്പം മല്ലിയില ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് മിക്സ് ചെയ്യാവേ. കാരണം നമ്മുടെ ഉപ്പുമാവ് കണ്ടോ നല്ല ഓരോന്നായിട്ട് മാറിക്കിടക്കുന്ന കുഴയാതെ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കെ, ബായ്. നമുക്ക് ലാസ്റ്റ് നമ്മുടെ കരിവേപ്പിലയും കൂടിയൊക്കെ വെച്ചൊന്ന് അലങ്കരിച്ചേക്കാവേ. ഈ പച്ച ഇലയോടും ഇതിനോടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാനിങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്കൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതിയേ. അടുത്ത വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും നല്ലത് ആശംസിക്കുന്നു.